കഴിഞ്ഞ 2 ദിവസം CPM വളരെ ആസൂത്രിതമായിട്ട് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കുറച്ചു കാണിക്കാനും രക്ഷാപ്രവർത്തനത്തെ തുറച്ചു കാണിക്കാനും അവിടെ മറ്റൊരു ദൈവം ആ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സ്ഥാപിക്കുകയാണ്. അശ്ലീലം എന്ന് പറഞ്ഞാൽ തികഞ്ഞ അശ്ലീലം. ഈ നിമിഷം വരെ ഈ ഇതിനകത്തുണ്ടായ പോരായ്മ എന്താണെന്ന് പറയാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഈ കാർഡടച്ചുള്ള സ്റ്റേറ്റ്മെന്റ്സിനപ്പുറം ഈ ദുരിത ആശ്വാസ പ്രവർത്തനങ്ങളിലോ രക്ഷാപ്രവർത്തനത്തിലോ എന്ത് പോരായ്മ ഉണ്ടെന്ന് പറയാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല. അതുകൊണ്ട് വിവാദങ്ങൾ വിവാദത്തിന്റെ വഴിക്ക് ആളുകളെ കൊണ്ട് ഈ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ പറയിപ്പിക്കുക, പിണറായി വിജയനായിരുന്നു മഹാൻ, ഇപ്പോൾ ഭയങ്കര ഇതാണെന്ന് പറയിപ്പിക്കുക, ഇങ്ങനെയൊന്നുമല്ല പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടത്. പിന്നെ ഭക്ഷണം കഴിച്ചു, ഇതൊക്കെ ചീപ്പ് ഇതാണ്. ഇങ്ങനെയൊന്നുമല്ല ഒരു പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. മുഖ്യമന്ത്രി എവിടെയോ പോയി ഭക്ഷണം കഴിച്ചു, ഹെലികോപ്റ്ററിൽ പോയി. ക്രൈസിസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുക, കടുത്ത വിമർശനം ഉന്നയിക്കുക. ഇതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ ഈ ജാതി നിലവാരം കുറഞ്ഞ വിമർശനം ഉന്നയിക്കുക, അല്ലെങ്കിൽ ആളുകളെ കൊണ്ട് ഈ ടെലിവിഷൻ ക്യാമറകൾക്ക് മുമ്പിൽ പറയിപ്പിക്കുക, പിണറായി വിജയനായിരുന്നു മഹാൻ, ഇപ്പോൾ ഭയങ്കര ഇതാണെന്ന് പറയിപ്പിക്കുക. ഇങ്ങനെയൊന്നുമല്ല പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടത്. ഫ്ലഡ് മനസ്സിലാകുന്ന പലയിടത്തും ഉണ്ടായത് ഫ്ലാഷ് ഫ്ലഡാണ്. ആ സ്വഭാവത്തിൽ ഇതുണ്ടാകുമ്പോൾ ഭരണകൂടത്തിന് കവിഞ്ഞ ഉത്തരവാദിത്വമുണ്ട്. അതിനകത്ത് പിഴവുകൾ വന്നത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വം. അത് ചെയ്യുകയും വേണം. എന്നുവെച്ചാൽ പ്രതിപക്ഷം വിമർശിക്കുമ്പോൾ എന്താ മുമ്പ് അങ്ങനെയായിരുന്നു, ദുരന്ത സമയത്താണോ രാഷ്ട്രീയം പറയുന്നത് എന്നുള്ള നമ്മൾ ഏറെ കേട്ടൊരു സംഗതിയാണ്. ഈ കഴിഞ്ഞ പ്രളയകാലത്താണെങ്കിലും കോവിഡ് കാലത്താണെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചാൽ ദുരന്ത സമയത്താണ് രാഷ്ട്രീയം പറയുന്നത് പറയും. അത് ശരിയല്ല. ദുരന്ത സമയത്തും പറയാനുള്ളതാണ് രാഷ്ട്രീയം, അത് പറയണം. പിണറായി വിജയനല്ല, അശ്ലീലം വിജയൻ. അതാണ് ആ ചങ്ങാതിക്ക് ഏറ്റവും കൂടുതൽ ചേരുന്ന പേരെന്ന് പറയുന്നത്, അശ്ലീലം വിജയൻ. ഇവിടെ 2 കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടും. ഒന്ന്, തങ്ങളുടെ കയ്യിൽ ഭരണപക്ഷത്തെയോ ഗവൺമെന്റിനെയോ സർക്കാരിനെയോ ഒന്ന് പ്രതിരോധത്തിലാക്കാൻ അല്ലെങ്കിൽ സർക്കാരിനെ ചോദ്യം ചെയ്യാനുള്ള ഒരായുധവും ഒരു കാര്യവും തങ്ങളുടെ കയ്യിലില്ല എന്ന് പ്രതിപക്ഷം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സതീശൻ ഭക്ഷണം കഴിച്ചു, പിണറായി വിജയൻ പട്ടിണി കിടക്കുകയായിരുന്നു എന്നൊക്കെയുള്ള പ്രചരണങ്ങളും, അതുപോലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പറയുന്ന വന്ധ്യവയോധികരായിട്ടുള്ള പാവങ്ങളെ പിടിച്ചു നിർത്തി അവരെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതി. ഇവർ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലം മുതലേ ഉള്ളതാ. അത് കാലാകാലങ്ങളിൽ ഇവരുടെ കൂടപ്പിറപ്പാണ്. ഇവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ വ്യാജങ്ങളാണ്. അപ്പോൾ ആ വ്യാജങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. ഇവിടെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആണയിട്ട് ആവർത്തിച്ച് പലരും ചോദിക്കുന്ന കാര്യം, എന്താണ് സർക്കാരിൻ്റെ വീഴ്ച? അത് പറയാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. മാത്രവുമല്ല, പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പിണറായി വിജയനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ, ഇന്നിപ്പോൾ നരേന്ദ്രമോദിയോട്, അമിത്ഷായോട്, കേന്ദ്രമന്ത്രിമാരോട്, കേന്ദ്ര ക്യാബിനറ്റ് അംഗങ്ങളോടൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയുന്നത്? നീ തീവ്രവാദി, നീ രാജ്യദ്രോഹി, നീ വർഗീയവാദി, നീ പാകിസ്ഥാനി, നീ ചൈനീസ്, അങ്ങനെ പലതുമാണ് പറയുന്നത് അല്ലേ, പല ലേബലിങ്. അന്ന് പിണറായി വിജയൻ ഭരണത്തിലിരിക്കുമ്പോൾ ഇതുപോലെ ഇരുന്ന് അന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? ദുരന്ത സമയത്താണോടോ നീ രാഷ്ട്രീയം പറയുന്നത്? ചോദ്യം ചോദിക്കാൻ പാടില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ ഇന്നിപ്പോൾ ഇവർ പറയുന്നത് എന്താ? ഇന്നെന്താ പറയുന്നത്? ഇന്നിത് പറയുന്ന നമുക്കിതിൽ ഇവരിത് പറയാൻ പാടില്ല എന്നൊന്നും നിയമമൊന്നുമില്ല കേട്ടോ. പറഞ്ഞോട്ടെ, എത്ര വേണമെങ്കിലും പറഞ്ഞോട്ടെ. കാരണം എന്താ അറിയോ, ഇവരിത് പറയണം. വ്യാജങ്ങൾ ഇവർ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കണം. അതെന്തിനാ? അവിടെയാണ് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ചു നിൽക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യമാകുന്നത്. വ്യാജങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുമ്പോൾ. കാരണം മറ്റൊന്നും യാഥാർത്ഥ്യങ്ങൾ പറയാനില്ലാതെ വരുമ്പോഴാണല്ലോ നുണ പറയേണ്ടി വരുന്നത്. യാഥാർത്ഥ്യങ്ങൾ പറയാനില്ലാതെ വരുമ്പോഴാണല്ലോ നുണ പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ വ്യാജങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ സഖാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെ കേരളത്തിൻ്റെ പൊതുസമൂഹം അടിച്ചിരുത്തി മൂലക്കിരുത്തിയ ജനം എല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാ. അപ്പം ഈ വ്യാജങ്ങൾക്ക് ജനങ്ങൾ തന്നെ മറുപടി പറയുന്നുണ്ട്. ഇപ്പം നിങ്ങളൊന്ന് നോക്കി നോക്കൂ. ഇപ്പം സോഷ്യൽ മീഡിയ ഒന്ന് എടുത്തു നോക്കൂ. ഇവരിറക്കിയ വ്യാജങ്ങളുടെ മുകളിൽ എത്രയധികം ട്രോളുകളാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത്. എന്തുകൊണ്ടാണ്? ജനങ്ങൾക്ക് ബോധ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ അശ്ലീലങ്ങൾ ഇവരെന്തിനാ ശ്രമിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന സഖാക്കളുടെ കൃമികീടങ്ങൾ, മുന്തിയ കൃമികീടങ്ങൾ ഇത്തരം വ്യാജങ്ങളെ ഏറ്റുപിടിക്കുന്നത് എന്തിനാ? ഓൾറെഡി മുന്നണിക്കകത്ത്, പാർട്ടിക്കകത്ത്
പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയ ഒരു അസ്വസ്ഥതയുണ്ട്. പിണറായി വിജയൻ വേണ്ട എന്നുള്ളതാണ് പാർട്ടിക്കകത്തും മുന്നണിക്കകത്തുമുള്ള ഒരു വലിയ അഭിപ്രായം. അവിടെ ഈ പറയുന്ന പിണറായി വിജയൻ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇവർ വ്യാജങ്ങൾ ഇങ്ങനെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുക. സ്തുതിപാഠകർ, ആ സ്തുതിപാഠകരാണ് ഈ പിണറായി വിജയന്. നിങ്ങളൊന്ന് ആലോചിക്കണം, പിണറായി വിജയന് ഭരണം നഷ്ടപ്പെടാനുണ്ടായ കാരണം എന്താ? ഈ സ്തുതിപാഠകർ ചുറ്റും കൂടിയിട്ട് പിണറായി വിജയനെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുത്തില്ല എന്ന് മാത്രമല്ല 24 മണിക്കൂറും പിണറായി വിജയൻ ഇങ്ങനെ എയറിൽ നിർത്തി. ആ സ്തുതിപാഠകർ കാരണമാണ് പിണറായി വിജയന് താഴെ ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ ആ സ്തുതിപാഠകർ ഇത് താഴെ ഇറങ്ങിയപ്പോഴാണ് പിണറായി വിജയൻ മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഇമേജ് വീണ്ടെടുക്കുക, അത് വീണ്ടെടുത്ത് കൊടുക്കുക എന്നുള്ളത് ഈ പറയുന്ന സ്തുതിപാഠകരുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. അത് പിണറായി വിജയൻ അവരിൽ തന്നെയാണ് വീണ്ടും ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവരിത് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതുകൊണ്ട് എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പം എന്തുണ്ടായി? ഈ ഒരു പ്രളയം കൊണ്ട് എന്തുണ്ടായി കേരളത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിളാണ്. പിണറായി വിജയൻ അശ്ലീലം വിജയനായി മാറി എന്നുള്ളതാണ്. പിണറായി വിജയൻ അശ്ലീലം വിജയനായി മാറി. അപ്പോൾ ഒരു കാര്യം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞേ ഉള്ളൂ, 3-ാമത്തെ മാസത്തിലേക്ക് കടന്നു അല്ലേ? ഈ 3 മാസം നമുക്ക് കൂട്ടാം. ഈ 3 മാസം കൊണ്ട് നിങ്ങൾ പഠിക്കാതെ പോയൊരു കാര്യമുണ്ട്. വി ഡി സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ മറികടക്കാൻ നിങ്ങൾക്ക് വ്യാജങ്ങൾ കൊണ്ട് സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴും. കാരണം സതീശൻ്റെ ഒരു വാർത്താ സമ്മേളനം കൊണ്ട് നിങ്ങളുടെ എല്ലാ വ്യാജങ്ങളും പൊളിഞ്ഞടുങ്ങുകയാണ്. ഇപ്പം ഇത് മാത്രമല്ല, ഇപ്പം ഈ ഒരു ദുരന്തം കൊണ്ട് ഇപ്പം ഇതൊരു വലിയ ഒരു വെള്ളപ്പൊക്കം, വലിയൊരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മൾ കേരളം അടുത്ത കാലത്ത് കണ്ടതിൽ 2018 പ്രളയമായിരുന്നു. ആ 2018 പ്രളയത്തിൽ ഇപ്പോഴും 8 വർഷം പിന്നിട്ടിട്ടും ഈ 2018 പ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് പോലും വീട് കിട്ടിയിട്ടില്ല. ഇനി കിട്ടിയ ആളുകൾ, നിങ്ങൾ ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരുപാട് ബൈറ്റുകൾ അതിൽ കിടക്കുന്നുണ്ട്. 2018 പ്രളയത്തിലെ ദുരന്തത്തിൻ്റെ ബാക്കിയായ ഇരകളായിട്ടുള്ള ആളുകൾ, അവരുടെ സംസാരങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. 8 വർഷം പിന്നിടുന്നു. അവരിപ്പോഴും ഇന്നലെ മന്ത്രിക്ക് മുന്നിൽ, അനിൽകുമാറിന് മുന്നിൽ, കേരളത്തിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പരാതികളുമായിട്ട് എത്തുകയാണ്. ഞങ്ങൾ ഇപ്പോഴും പുനരധിവസിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊന്ന് ഓർക്കണം, 2018 പ്രളയത്തിൽ കേരളത്തിലെ ദുരന്ത നിവാരണത്തിന് വേണ്ടിയിട്ട് CMDRFിലേക്ക് വന്നിരിക്കുന്ന പണം എന്ന് പറയുന്നത് കോടാനുകോടിയാണ്. ഇത്രയും പണം വന്നിട്ടും ആ ദുരിതബാധിതരെ പുനരധിവസിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഇനി ഇവിടെ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പാണല്ലോ ഈ പറയുന്ന തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് മഴയുടെ തുടക്കത്തിൽ കള്ളാടിയിൽ ദുരന്തമുണ്ടായത്, മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിലെ കുടുംബങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആളുകൾക്ക് 5 ലക്ഷം രൂപ വീതം കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്തി. വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വിസ്മരിക്കരുത്. അത് വളരെ ഈ കേരളത്തിലെ ജനം ഓരോ ദുരന്തത്തിൽ അകപ്പെടുമ്പോഴും സാധാരണക്കാരൻ ആഗ്രഹിച്ച കാര്യമാണ്. ഒരു വീട് വെക്കാൻ കിട്ടിക്കൊണ്ടിരുന്നത് എന്തായിരുന്നു? 4 ലക്ഷം രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് 6 ആക്കി മാറ്റി. 10 കിട്ടിയത്, സ്ഥലവും വീടും നഷ്ടപ്പെട്ടവർക്ക് 10 കിട്ടിയിരുന്നത് 10 ലക്ഷം രൂപ, അത് 12 ലക്ഷമാക്കി മാറ്റി. ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ, അതായത് ദുരന്തം എന്ന് മീൻസ് ഈ വെള്ളപ്പൊക്കം, ഈ പ്രളയത്തിൽ വീടുകളിൽ വെള്ളം കയറി ക്യാമ്പുകളിലേക്ക് മാറ്റിയ ആളുകൾ, അവർ ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, അവർ വീട്ടിലേക്ക് പോകുമ്പോൾ അവരുടെ കയ്യിൽ 10,000 രൂപ കൊടുക്കുക ക്ലീനിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലേ? മരണപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾക്ക് തുക നൽകുകയാണ് 10,000 രൂപ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. ഇതൊക്കെ കേരളം, ഇതാണ് ചേർത്ത് നിർത്തല്. ഏതെങ്കിലും ഒരു പ്രളയം ഉണ്ടായാൽ എന്താ ചെയ്യുന്നത്? എല്ലാവരെയും അവിടുന്ന് വീട്ടിൽ നിന്ന് മാറ്റി സ്കൂളിൽ, ഏതെങ്കിലും അടുത്തുള്ള സ്കൂളുകൾ കൊണ്ടുപോയിട്ട് അത് ക്യാമ്പ് അവിടെ കൊണ്ടുപോയിടും. ഇതല്ല വേണ്ടത്. ദുരിതബാധിതര് ഇപ്പം വീട്ടിൽ വെള്ളം കയറി കിടക്കാൻ സ്ഥലമല്ലേ, അവരടുത്തുള്ള വീടുകളിൽ, ബന്ധുക്കളുടെ വീടുകളിൽ, അയൽവാസികളുടെ വീടുകളിൽ പോയി കിടക്കും.
അതല്ല വിഷയം. അതിനേക്കാൾ വലിയ വിഷയം എന്ന് പറയുന്നത് ഇതിന് ശേഷമുള്ള ഒരു ജീവിതമാണ്. അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് സർക്കാർ ചെയ്തു കൊടുക്കുന്നു. ഇവിടെ ഈ വ്യാജങ്ങളുടെ ഫാക്ടറി തുറക്കാൻ CPM പ്രേരിപ്പിച്ച ഘടകം എന്താണെന്നറിയോ? ഗവൺമെൻറ് അത്രയും കെയർഫുള്ളായിട്ട് അത്രയും എഫിഷ്യൻ്റായിട്ടാണ് പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ പറയാനൊന്നുമില്ല. കാരണം എന്തെങ്കിലും പറയണമല്ലോ, സതീശനെതിരെ എന്തെങ്കിലും പറയണമല്ലോ. സതീശനെതിരെ എന്ത് പറഞ്ഞാലും പൊളിയാണ്. ഓരോന്നും വിത്തിൻ സെക്കൻഡ്, രാവിലെ പറഞ്ഞത് വൈകുന്നേരമാകുമ്പോഴേക്കും തകർന്ന് തരിപ്പണമാകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ വ്യാജങ്ങൾ തുറന്നു വിടുക എന്നുള്ളതല്ലാതെ വേറെ വഴികളില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഈ ബജറ്റ് സമ്മേളനം നിയമസഭയിൽ നടന്നു അല്ലേ? ബജറ്റ് സമ്മേളനം നടന്നപ്പോൾ എന്താ നമ്മൾ കേരളം കണ്ടത്? കേരളം ഒരു വിലയിരുത്തൽ നടത്തി. പിണറായി വിജയനെ കൊണ്ട് ഒരു പൂട പോലും പറിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ കേരളം നടത്തി. ഇപ്പോൾ ഒന്ന് വെള്ളം കയറി, 2 ദിവസം മഴ പെയ്തു, പലയിടങ്ങളിലും വെള്ളം കയറി, വീടുകളിലൊക്കെ വെള്ളം കയറി. വീണ്ടും ജനം എന്ത് വിലയിരുത്തി? പിണറായി വിജയനല്ല, അശ്ലീലം വിജയനാണ് എന്നുള്ളത് വിലയിരുത്തി. അപ്പം ഇതുകൊണ്ട് സഖാക്കളെ, നിങ്ങൾ ഇനിയും പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടാകേണ്ടത്, നിങ്ങൾക്ക് സതീശനെ നേരിടാൻ നിങ്ങൾക്ക് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിനുള്ള ആത്മവിശ്വാസം പോലും നിങ്ങൾക്കില്ല. ആ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ വ്യാജങ്ങളുമായിട്ട് ഇറങ്ങുന്നത്. ഒരു പ്രതിപക്ഷത്തിൻ്റെ പണിയെടുക്കാനുള്ള ഒരു പണിയും നിങ്ങൾക്ക് കയ്യിലില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത്. സതീശന് ഭക്ഷണം കഴിച്ചതോ സതീശൻ ബിരിയാണി തിന്നതോ ഒന്നുമല്ല. ഇവിടെ ഏറ്റവും ഈ ഒരു പ്രളയത്തിൻ്റെ ഉത്തരവാദി ആരാ? പിണറായി വിജയനാണ്. കാരണം 2018 ഒരു മഹാപ്രളയം കേരളത്തിൽ ഉണ്ടായിട്ട് ആ പ്രളയത്തിന് ശേഷം ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. കാരണം ഒരു പ്രളയത്തിൽ വെള്ളം കയറിയാൽ പ്രളയം വേണ്ടടോ. ഒരു നോർമൽ ഒരു വെള്ളം കയറുന്ന ഒരു പ്രോസസ്സ് സാധാരണ മഴക്കാലമാകുമ്പോൾ, എസ്പെഷ്യലി ഈ എന്താ പറയണ്ടത്, നദീതീരങ്ങൾ, നദിയുമായി അടുത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം എന്താ, മഴക്കാലമാകുമ്പോൾ വനങ്ങളിൽ, ഫോറസ്റ്റിൽ, മലമേഖലകളിൽ ഉരുൾപൊട്ടലുണ്ടാകും. അപ്പോൾ അവിടുന്ന് വരുന്ന വെള്ളവും ചളിയും വന്ന് അടിഞ്ഞുകൂടും. 2018 പ്രളയം എന്ന് പറയുന്നത് കേരളത്തെ ഒന്നടങ്കം മുഖ്യ പ്രളയമാണ്. ആ പ്രളയത്തിൽ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? പ്രളയം കഴിഞ്ഞിട്ട് ഈ വന്നടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ, അവശിഷ്ടങ്ങൾ, മണ്ണ്, അത് നദികളിൽ നിന്ന്, ഡാമുകളിൽ നിന്ന് നീക്കം ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. അത് ചെയ്തില്ല. അത് ചെയ്യാതെ പിണറായി വിജയൻ എന്ത് ചെയ്തു? കൊച്ചുമകനെയും മകളെയും ഭാര്യയെയും കമലയെയും ഒക്കെ കൂട്ടിയിട്ട് നേരെ വിട്ടു നെതർലാൻഡിലേക്ക്. അവിടെ പോയിട്ട് നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഒരു എന്താ പറയേണ്ടത്, ഒരു ഹണിമൂൺ ട്രിപ്പ് പോലെയാണ് ആര് പോയത്? പിണറായി വിജയൻ പോയത്. എന്നിട്ട് എന്താക്കി? നന്നായിട്ട് ആസ്വദിച്ചിട്ട് തിരിച്ചു വന്നു. അന്ന് പറഞ്ഞത് ഞങ്ങൾ റൂം ഫോർ റിവർ ഉണ്ടാക്കാൻ പോകുന്നു. എവിടെ റൂം ഫോർ റിവർ? അങ്ങനെയാണെങ്കിൽ റൂം ഫോർ റിവർ ഒരു സൊല്യൂഷൻ ആയിരുന്നല്ലോ പിണറായി വിജയൻ്റെ. പ്രളയത്തെ അതിജീവിക്കാനുള്ള ഒരു സൊല്യൂഷൻ അതായിരുന്നു റൂം ഫോർ റിവർ. എന്നിട്ട് വീണ്ടും ഈ പറയുന്ന പ്രളയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി ആ പദ്ധതി എവിടെ? അങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയോ? ഇല്ലല്ലോ. അപ്പോൾ ഈ പ്രളയം പിണറായി വിജയൻ നിർമ്മിതമാണ്. പിണറായി വിജയൻ്റെ കൊള്ളരുതായ്മ, ഭൂലോക തോൽവിയായിട്ടുള്ള വിജയൻ, അശ്ലീലം വിജയൻ്റെ കൊള്ളരുതായ്മ കാരണമാണ് കേരളത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇപ്പം ഞാൻ പറയുന്നത്, ഈ വിജയനും സേനക്കും ഒരു പ്രതിപക്ഷത്തിരുന്ന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത ഒരു ഗതികെട്ട വർഗമായി പിണറായിയും കൂട്ടരും അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇവരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ പോലെ തന്നെ ഒരു ജനാധിപത്യ പ്രക്രിയയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കൂട്ടമാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത്. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നേരായ രീതിയിൽ നടത്താൻ കഴിയാതെ വരുമ്പോൾ വ്യാജങ്ങൾ പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുക. വ്യാജങ്ങളുടെ ഫാക്ടറി തുറന്നു വെച്ച് വ്യാജങ്ങൾ പടച്ചു വിട്ട് പിച്ചും പേയും വിളിച്ചു പറഞ്ഞ്, കൊള്ളരുതായ്മകൾ വിളിച്ചു പറഞ്ഞ്,
എന്താണോ ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യാൻ. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ റൂം ഫോർ റിവറിനെ കുറിച്ചൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനും സംഘവും പെട്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ ഏതുപോലെയെന്ന് ഹെലികോപ്റ്റർ ചർച്ച വന്നു, വടി കൊടുത്ത് അടി വാങ്ങി. ഇപ്പോൾ 8 ലക്ഷം രൂപയ്ക്ക് വേണ്ടി പിരിവ് നടക്കുകയാണ്. 8 ലക്ഷം രൂപ തിരിച്ചടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ അടച്ചിട്ടില്ല. അപ്പോൾ അത് അടക്കാൻ വേണ്ടി പിരിവ് നടത്തുകയാണ് ഇപ്പോൾ. അപ്പം അതുപോലെ പ്രളയം ചർച്ചയായാൽ റൂം ഫോർ റിവർ ചർച്ചയാകും, നെതർലാൻഡ് സന്ദർശനം ചർച്ചയാകും. അപ്പോൾ വീണ്ടും പെടും. അതുകൊണ്ട് തന്നെ സതീശൻ ബിരിയാണി തിന്നതും സതീശൻ ഹെലികോപ്റ്ററിൽ പോയതുമാണ് ചർച്ച. എന്തൊരു ഗതികെട്ട വർഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രളയം പലതും നമുക്ക് തരുന്നുണ്ട് പാഠങ്ങൾ. അതിലെ ഏറ്റവും വലിയ പാഠമാണ് പിണറായി വിജയൻ എന്നതല്ല അശ്ലീലം വിജയനാണെന്നുള്ള പാഠം. മനസ്സിലായില്ലേ? ഇതാണ് പ്രളയം നൽകിയ ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത്.